ഓഫ് കമ്പനി സെക്രട്ടേറിയറ്റ്സ് ഓഫ് ഇന്ത്യയിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ നോട്ടിഫിക്കേഷൻ ഏതൊക്കെയാണ് പോസ്റ്റ് വന്നിരിക്കുന്നത് എന്നാണ്. സോ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ജോയിന്റ് ഡയറക്ടർ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് മെയിൻ്റെനൻസിലേക്ക്. ലൊക്കേഷൻ വരുന്നത് ന്യൂഡൽഹി നോയിഡയിലേക്കാണ്. 2 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന സാലറി നോക്കുവാണെങ്കിൽ 78,000 അപ് ടു 2 ലക്ഷം വരെയാണ് സാലറി കിട്ടുന്നത്. അതുപോലെ തന്നെ 50 വയസ്സിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ജോയിന്റ് ഡയറക്ടർ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ, അതും ന്യൂഡൽഹി നോയിഡയിലേക്കാണ്. 2 വേക്കൻസിയാണ്. ഈ രണ്ടും കൂടെ 2 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. സെയിം സാലറി, സെയിം ഏജ് ലിമിറ്റ് ആണ്. നെക്സ്റ്റ് വിളിച്ചിരുന്നത് ഡെപ്യൂട്ടി ഡയറക്ടർ HRDയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ അക്കാഡമിക്സും, പിന്നീട് ഡെപ്യൂട്ടി ഡയറക്ടർ ലൈസണിംഗ്, ദെൻ ഡെപ്യൂട്ടി ഡയറക്ടർ സ്റ്റുഡൻറ് സർവീസ്, പിന്നീട് ഡെപ്യൂട്ടി ഡയറക്ടർ ലീഗൽ. ഇത്രയും ഈ 5 ഡെപ്യൂട്ടി ഡയറക്ടേഴ്സിൻ്റെയും കൂടെ ലൊക്കേഷൻ വരുന്നത് ന്യൂഡൽഹി അല്ലെങ്കിൽ നോയിഡയിലായിരിക്കും. സോ ഇതിന് വന്ന വേക്കൻസി ഓരോന്നിനും ഓരോ വേക്കൻസി വെച്ച് ടോട്ടൽ 5 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സാലറി നോക്കാം. 67,000 മുതൽ 2 ലക്ഷം വരെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി. 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ സ്റ്റഡീസും അസിസ്റ്റന്റ് ഡയറക്ടർ അക്കാഡമിക്സിലേക്കുമാണ്. ഡൽഹിയിലേക്കാണ്. അതുപോലെ തന്നെ ന്യൂഡൽഹി നോയിഡയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. 2 വേക്കൻസി അസിസ്റ്റന്റ് ഡയറക്ടർ സ്റ്റഡീസിനും 1 വേക്കൻസി അസിസ്റ്റന്റ് ഡയറക്ടർ അക്കാഡമിക്സിലേക്കും. സാലറി 56,000 മുതൽ 1,77,500 രൂപ വരെയാണ് സാലറി. 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നീട് വിളിച്ചിരിക്കുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ബിൽഡിംഗ് മെയിൻ്റെനൻസിലേക്ക്. ന്യൂഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിലാണ് നിങ്ങൾക്ക് വരുന്ന ലൊക്കേഷൻ. ടോട്ടൽ 4 പോസ്റ്റുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സാലറി നോക്കാം. 47,000 മുതൽ 1,50,000 വരെയാണ് സാലറി കിട്ടുന്നത്. 35 വയസ്സിലുള്ളവർക്ക് അപ്ലൈ. പിന്നീട് വിളിച്ചിരിക്കുന്ന എക്സിക്യൂട്ടീവ് ഇന്റേണൽ ഓഡിറ്റ് ആണ്. കൊൽക്കത്ത, മുംബൈയിലേക്ക് 2 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 47,000 ആണ് സ്റ്റാർട്ടിംഗ് സാലറി. 35 വയസ്സിലുള്ളവർക്ക് അപ്ലൈ. എക്സിക്യൂട്ടീവ് അക്കാഡമിക്സ് ന്യൂഡൽഹി നോയിഡയിലേക്കാണ്. 47,000 ആണ് സ്റ്റാർട്ടിംഗ്. 35 വയസ്സുള്ളവർക്ക് അപ്ലൈ. ഇത് അപ്ലൈ ചെയ്യുന്നത് ഓൺലൈൻ ത്രൂ ആണ്, ഓഫ്ലൈൻ ത്രൂ അല്ല എന്ന് ഓർത്തിരിക്കും. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് 21/3/2026 ക്ലോസ് ചെയ്ത ഡേറ്റ് 12/4/2026 ക്ലോസ് ചെയ്യുന്നത്. ഓൺലൈൻ ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഓർത്തിരിക്കുക. ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ക്വാളിഫിക്കേഷൻസ് ജോയിന്റ് ഡയറക്ടർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ബിൽഡിംഗ് ഇന്ത്യ മെയിൻ്റെനൻസിലേക്കാണെങ്കിൽ ക്വാളിഫിക്കേഷൻ BA or BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗിൽ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. 13 വർഷത്തെ എക്സ്പീരിയൻസ്, അതിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സീനിയർ എക്സിക്യൂട്ടീവ് പൊസിഷൻ ഇരിക്കണം എന്നും പറയുന്നുണ്ട്. സോ ജോബ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് ജോയിന്റ് ഡയറക്ടർ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് വിത്ത് 50% മാർക്ക് ഉണ്ടായിരിക്കണം. മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നത് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് 50% മാർക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡിപ്ലോമ എടുത്തിരിക്കണം ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അഡ്വർടൈസിംഗ് ആൻഡ് പബ്ലിക് റിലേഷനിൽ. ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാല ഡിഗ്രിയും അതോടൊപ്പം തന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ ഒരു ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടത് 13 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 5 വർഷത്തെ എക്സ്പീരിയൻസ് സീനിയർ എക്സിക്യൂട്ടീവ് പൊസിഷനിൽ ഇരിക്കണമെന്ന് പറയുന്നുണ്ട്. സോ നെക്സ്റ്റ് വിളിച്ച് ഡെപ്യൂട്ടി ഡയറക്ടർ HRDയിലേക്കാണ്. ക്വാളിഫിക്കേഷൻ MBA അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് DBM അല്ലെങ്കിൽ MSW അല്ലെങ്കിൽ MA പേഴ്സണൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് സ്പെഷ്യലൈസേഷൻ ഇൻ PMIR എന്ന് പറയുന്നുണ്ട്. സോ ഇതാണ് മെയിൻലി പറയുന്ന ക്വാളിഫിക്കേഷൻ. അല്ലെങ്കിൽ ഡിപ്ലോമ വിത്ത് 50% മാർക്കും ഇതോടൊപ്പം ഉണ്ടായിരിക്കണം. 9 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇവരോട് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വിളിക്കുന്നത് ഡെപ്യൂട്ടി ഡയറക്ടർ അക്കാഡമിക്സിലേക്കാണ്. ഏതെങ്കിലും ഒരു കൊമേഴ്സിൽ ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കൊമേഴ്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടത് ACS അല്ലെങ്കിൽ ACA അല്ലെങ്കിൽ ACM സർട്ടിഫിക്കേഷൻ വേണം. മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നത് PG ഡിഗ്രി ഇൻ എക്കണോമിക്സ് അതുപോലെ തന്നെ കൊമേഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ലോയർ വിത്ത് 50% മാർക്ക് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ. 9 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നും പറയുന്നുണ്ട്. പിന്നീട് വിളിച്ചിരിക്കുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ ലൈസനിങ്ങിലേക്കാണ്. MBA അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നത് ഇക്വലന്റ് ആയിട്ടുള്ള ഡിഗ്രി വിത്ത് ഡിപ്ലോമ വിത്ത് 50% മാർക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. 9 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് വിളിച്ചത് ഡെപ്യൂട്ടി ഡയറക്ടർ സ്റ്റുഡൻറ് സർവീസിലേക്കാണ്. സോ ഇതിൽ വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നോക്കാം. ഗ്രാജുവേറ്റ് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എടുത്താൽ മതി. ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ ഒരു ഡിഗ്രി ഉണ്ടായിരുന്ന ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് 9 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എക്കണോമിക്സ് കൊമേഴ്സ് മാനേജ്മെന്റ് ലോ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം എന്ന് ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ് വിളിച്ചത് ഡെപ്യൂട്ടി ഡയറക്ടർ ലീഗൽ ആണ്. സോ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ ലോ വിത്ത് 50% മാർക്ക്, 9 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വന്നിരിക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ സ്റ്റഡീസിലേക്കാണ്. സോ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കൊമേഴ്സ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അതോടൊപ്പം തന്നെ സർട്ടിഫിക്കേഷൻസ് ആവശ്യമാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ PG ഡിഗ്രി ഇൻ എക്കണോമിക്സ് കൊമേഴ്സ് മാനേജ്മെന്റ് ലോ വിത്ത് 50% മാർക്ക് ഉണ്ടായിരിക്കണം. 7 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങളുടെ മാൻഡേറ്ററി ആയിട്ട് ഉണ്ടായിരിക്കണം. ദെൻ അസിസ്റ്റന്റ് ഡയറക്ടർ അക്കാഡമിക്സ് നോക്കാം. ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കോമേഴ്സ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സർട്ടിഫിക്കേഷൻസ് മാൻഡേറ്ററി ആണ്. അല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നത് PG ഡിഗ്രി ഇൻ എക്കണോമിക്സ് കോമേഴ്സ് മാനേജ്മെന്റ് ലോ. ഇതിൽ ഏതെങ്കിലും ഒരു PG എടുത്തവർക്കും അപ്ലൈ ചെയ്യാം. 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ബിൽഡിംഗ് മെയിൻ്റെനൻസിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. BA or BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ്. 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം.
സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സിക്യൂട്ടീവ് ഇന്റേണൽ ഓഡിറ്റ് ആണ്. ക്വാളിഫിക്കേഷൻ എ ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കൊമേഴ്സ്. ഒരു കൊമേഴ്സ് ഒരു ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടത് ICCSI അല്ലെങ്കിൽ ICAI അല്ലെങ്കിൽ ICAI കോസ്റ്റ് അല്ലെങ്കിൽ 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഫിനാൻസ്. ഇപ്പൊ അതായത് നിങ്ങൾക്ക് ഒരു അങ്ങേ സർവകലാശാലയിൽ കൊമേഴ്സിൽ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. അതോടൊപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഏതൊരു സർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 5 വർഷത്തെ എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണെന്ന് ഓർത്തിരിക്കാം. നെക്സ്റ്റ് വിളിച്ചത് എക്സിക്യൂട്ടീവ് അക്കാഡമിക്സിലേക്കാണ്. ഇവിടെ വേണ്ട ക്വാളിഫിക്കേഷൻ എ ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കൊമേഴ്സ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നീട് എന്ത് പറയുന്നു, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രേഡ് നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻസ് എടുത്തിരിക്കണം. അല്ലാതെ മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നത് ഇപ്പം ഇത് ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യാത്തൊരു ഈ ക്വാളിഫിക്കേഷൻ നോക്കുക. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എക്കണോമിക്സ്, കൊമേഴ്സ്, മാനേജ്മെന്റ്, ലോ. ഏതെങ്കിലും ഒരു PG പറഞ്ഞിരിക്കുന്ന 4 ട്രേഡ് സ്ട്രീമിൽ ഏതെങ്കിലും ഒരു PG എടുത്തവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സോ ഇത്രയും ആണ് വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ ത്രൂ ആണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID എല്ലാം വേണം നിങ്ങൾ കൊടുക്കാൻ പ്രോപ്പറായിട്ട്. കാരണം ടെസ്റ്റിന്റെ എന്നാണ് എക്സാമിനേഷൻ, ഇന്റർവ്യൂ എന്നാണ്, ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ മെയിൽ ത്രൂ ആയിരിക്കും അവർ അപ്ഡേഷൻ നൽകുന്നത്. സോ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഇനി അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിന് ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാണ് ലിങ്ക്. സോ ഇതാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ. അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അപ്ലൈ. താങ്ക് യു.